നമസ്കാരം. ചേർത്തലയിലെ ജൈനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇലന്തൂർ മോഡൽ നരബലി സംശയത്തിൽ അന്വേഷണ സംഘം. കേസിലെ പ്രതിയായ സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റി ഉയർന്ന ദുരൂഹതകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. സെബാസ്റ്റ്യൻ ആഭിചാരക്രിയകൾ നടത്തിയിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ഓരോ തിരോധാനവും നടന്നിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണെന്നതടക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കേസിലെ നിർണായക ഘട്ടത്തിലേക്കും കടന്നേക്കാം. കാണാതായ സ്ത്രീകളെ ആഭിചാരക്രിയകൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചതെന്ന സംശയമാണ് ഉയരുന്നത്. അന്വേഷണം ആ വഴിക്കാണ് പുരോഗമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയാണ്. ഇതിനോടകം തന്നെ ചില തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട്. 6 വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിരിക്കുന്നത്. 2006 ബിന്ദു പത്മനാഭൻ, 2012 സിന്ധു, പിന്നീട് ജൈനമ്മ, 2024 ഡിസംബറിലാണ് ഇവരെ കാണാതാകുന്നത്. കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാരണങ്ങളോ കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നവരാണ് സെബാസ്റ്റ്യന്റെ ഇരയായിരുന്നതെന്ന് ചില ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ഇലന്തൂർ നരബലി, നന്തൻകോട് കൊലപാതകം എന്നീ കേസുകൾക്ക് നിലവിലത്തെ തിരോധാന കേസുമായി സമാനതകൾ ഈ കേസിലുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന കാര്യം. ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നയാളാണ് സെബാസ്റ്റ്യൻ എങ്കിലും അയാൾ ഒരു വിശ്വാസി ആയിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദമുണ്ടാക്കാൻ സെബാസ്റ്റ്യൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് ധ്യാന കേന്ദ്രങ്ങൾ എന്ന നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലാത്ത ഈ കാര്യങ്ങളെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താനാകില്ല. ശനിയാഴ്ച സെബാസ്റ്റ്യനെ ചേർത്തലയിലെ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സെബാസ്റ്റ്യൻ റെഫ്രിജറേറ്റർ വാങ്ങിയ കടയിലാണ് എത്തിച്ചത്. മാംസവും രക്തവും സൂക്ഷിക്കാനാണോ ഫ്രിഡ്ജ് വാങ്ങിയതെന്ന സംശയം ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. പല കാലഘട്ടങ്ങളിലായി കാണാതായ 4 സ്ത്രീകളെ കേന്ദ്രീകരിച്ചതാണ് അന്വേഷണം നടക്കുന്നത്. 40-നും 55-നും ഇടയിൽ പ്രായമുള്ള, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളതോ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ ആയ സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യം വെച്ചത്. 2024 കാണാതായ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ, 2002 മുതൽ കാണാതായ ചേർത്തല കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, 2012 കാണാതായ ചേർത്തല വാരനാട് സ്വദേശി ഐഷ, 2020 കാണാതായ ചേർത്തല വള്ളാങ്കുന്നത്തെ സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളാണ് ഇപ്പോൾ സെബാസ്റ്റ്യന് പിന്നാലെ പായുന്നത്. സ്ത്രീകളെ മാത്രമാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ആലപ്പുഴയിലെ പള്ളിപ്പുറത്ത് 2.5 ഏക്കർ സ്ഥലം കേരളത്തിലെ ധർമ്മസ്ഥലയോ എന്ന് പോലും അന്വേഷണ സംഘം സംശയിക്കുന്നു. ഏറെ ദുരൂഹതകൾ നിറയ്ക്കുന്നൊരു ഭൂമിയാണിത്. ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ 2.5 ഏക്കർ സ്ഥലം സെബാസ്റ്റ്യന് പാരമ്പര്യ സ്വത്തായി കിട്ടിയതാണ്. അവിടെ ഒത്തുനടുക്കായി നിഗൂഢതകൾ നിറഞ്ഞൊരു പഴയ വീടുണ്ട്. വീടിന് ചുറ്റും നിറയെ പുല്ലും കാടും നിറഞ്ഞ പ്രദേശമായിരുന്നു. പോലീസ് ഇതെല്ലാം ജോലിക്കാരെ നിർത്തി വെട്ടിത്തെളിച്ചു കഴിഞ്ഞു. ഈ സ്ഥലത്തിന്റെ അതിർത്തികളിലായി 3 കുളങ്ങളും കിണറുകളുമുണ്ട്. വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതും സംശയങ്ങൾ പലതുണ്ടാക്കുന്നുണ്ട്. ബാക്കി എല്ലാ മുറികളും ടൈലിട്ടതാണ്. കടാവറും മണ്ണുമാന്തി യന്ത്രങ്ങളും എത്തിച്ച് നടത്തുന്ന പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിയും തുടയെല്ലും ക്ലിപ്പിട്ട പല്ലിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഐഷയുടെ പല്ലായിരിക്കാമെന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഈ 2.5 ഏക്കറിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ സ്ത്രീകളുടെ വസ്ത്രഭാഗങ്ങളും ലേഡീസ് ബാഗും കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ പരിശോധിച്ചു. ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് സെബാസ്റ്റ്യൻ നടത്തിയതെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരിക്കുന്നത്. ബാക്കി സ്ത്രീകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനിയായി ഇരുന്ന് പോലീസിനെ നോക്കി ചിരിക്കുകയാണ് സെബാസ്റ്റ്യൻ. സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങൾ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. സെബാസ്റ്റ്യനെ അറിയാമെന്നും ക്രൂരനായി തോന്നിയില്ലെന്നും കാണാതായ ഐഷയുടെ അയൽക്കാരി റോസമ്മ പറയുന്നു. 2016 താൻ മേടിച്ച സ്ഥലം സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്നെ അറിയിക്കാതെ JCB കൊണ്ടുവന്ന് തെളിയിച്ചു. തന്നെ അറിയിക്കാത്തെന്തെന്ന് ചോദിച്ചപ്പോൾ സ്ഥലം വാങ്ങാൻ ആരാണ്ടോ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തെളിയിച്ചതെന്ന് ഐഷ മറുപടി നൽകി. അത്യാവശ്യം ബ്രോക്കർ പണിയും സ്ഥല കച്ചവടം നടത്തുന്നയാളാണ് സെബാസ്റ്റ്യൻ എന്നാണ് അവർക്ക് അറിയാവുന്നത്. എന്നാൽ റോസമ്മയുടെ വാക്കുകളിലും തികഞ്ഞ അവ്യക്തത തുടരുകയാണ്. സ്ഥലം വിൽപ്പനയ്ക്കായി സെബാസ്റ്റ്യൻ പലതവണ ആ പ്രദേശത്ത് വന്നുപോയി. ഇതിനിടെ സെബാസ്റ്റ്യൻ തന്നെ കല്യാണം ആലോചിച്ചു എന്നും റോസമ്മ പറഞ്ഞു. കോടതി മുഖാന്തരവും അരമന മുഖാന്തരവും വിവാഹമോചനം നേടിയിട്ടുണ്ടെന്നും പുള്ളിക്ക് കല്യാണത്തിന് തടസ്സമില്ലെന്നും പറഞ്ഞു. രജിസ്റ്റർ വിവാഹം നടത്താമെന്നും സെബാസ്റ്റ്യൻ ഒരു തവണ പറഞ്ഞതായി റോസമ്മ പറയുന്നു. സെബാസ്റ്റ്യനെ കണ്ടാൽ ക്രൂരനാണെന്നൊന്നും തോന്നുന്നില്ലെന്നും റോസമ്മ പറയുന്നു.